ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു നുള്ളി ഈസ്റ്റ് പോലും ഇല്ലാതെ എങ്ങനെ അപ്പം ഉണ്ടാക്കാം നോക്കാം. അതിനായിട്ട് ഞാൻ 1.5 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് 4-5 വട്ടം വാഷ് ചെയ്തിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 8 മണിക്കൂർ നേരം ഇത് നമുക്ക് കുതിർത്ത് വയ്ക്കാം. ഈ ഗ്ലാസ് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് എളുപ്പം തേങ്ങ വേണം, അല്ലെങ്കിൽ കരിക്ക് തേങ്ങ. ഇതൊരു മീഡിയം സൈസുള്ള തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ചിരകി മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ആ വെള്ളം തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ആദ്യം തന്നെ പച്ചരി ഞാൻ 2 ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത്. ആദ്യം പച്ചരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങയിൽ പകുതി തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ചോറ് കൂടി ചേർത്തിട്ടാണ് അരയ്ക്കേണ്ടത്. ഒരു 2-3 തവി ചോറ് ഞാൻ ഇതിനകത്തിട്ട് അരയ്ക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ചോറിടുന്നത് നല്ല സോഫ്റ്റ് ആകുന്നതിന് വേണ്ടിയാണ്. എല്ലാവരും ഈ ചോറ് ഇട്ടിട്ടൊന്ന് അരച്ച് നോക്കുക. അങ്ങനെ നമുക്കിത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. അരച്ച മാവ് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ ബാലൻസ് ഉള്ള അരിയും തേങ്ങയും ചോറും എല്ലാം നമുക്ക് ഒന്നുകൂടെ അരച്ചെടുക്കാം. ചൂട് സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്കാണെന്നുണ്ട് ഈ അപ്പത്തിൻ്റെ മാവ് 6 മണിക്കൂർ 7 മണിക്കൂർ കൊണ്ട് പൊങ്ങി വരുന്നതാണ്. അല്ല എങ്കിൽ 8 മുതൽ 10 മണിക്കൂർ വരെ ഇത് പൊങ്ങാൻ സമയം ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഈ മാവെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പാത്രം ഉപയോഗിച്ച് അടച്ചു വയ്ക്കാം. ഇനി മിക്സിയുടെ ജാർ കുറച്ച് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 10 മണിക്കൂറിന് ശേഷം ഈ മാവ് എടുക്കുന്നുണ്ട്. അഥവാ കട്ടി കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളം ഒഴിക്കാവുന്നതാണ്. 10 മണിക്കൂറിന് ശേഷം മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. മാവൊന്ന് ഇളക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ അതിന് കുറച്ച് കട്ടി കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മിക്സി കഴുകിയ വെള്ളം ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അരി അരയ്ക്കുമ്പോൾ വെള്ളം ഒഴിക്കണമെന്ന് തന്നെ ഇല്ല. ഇതിന് തേങ്ങാവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് നമ്മുടെ അപ്പത്തിന് കിട്ടും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മാവൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത മാവിൽ കുറച്ച് ഞാനൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട്. കാരണം അപ്പം ചുട്ടെടുക്കുന്നതിൻ്റെ സൗകര്യത്തിനാണ് വലിയ പാത്രത്തിൽ നിന്ന് ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. ഈ സമയം തന്നെ ഞാൻ അപ്പച്ചട്ടി ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ അപ്പച്ചട്ടി മീഡിയം ഫ്ലെയിമിൽ ഓൺ ചെയ്താലും അപ്പത്തിൻ്റെ മാവ് കോരി ഒഴിച്ചിട്ട് അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അപ്പം ചുട്ടെടുക്കേണ്ടത്. ഇതേപോലെ ഒരു തവി മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഹോൾസൊക്കെ ഒന്ന് വന്നു കഴിയുമ്പോൾ മാത്രമേ ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാവൂ. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ മാവൊക്കെ അപ്പമായിട്ട് വരും. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ മാവും അപ്പമാക്കി എടുക്കാം. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ചുറ്റിച്ചെടുത്ത് നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാ മാവും ഞാനിതുപോലെ അപ്പമാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ളതുമായ അപ്പമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് മുട്ട റോസ്റ്റിൻ്റെ കൂടെയാണ് ഇന്ന് സെർവ് ചെയ്യുന്നത്. നമുക്ക് ഏത് കറിയുടെ കൂടെയും നമുക്ക് അപ്പം കൂട്ടി കഴിക്കാവുന്നതാണ്. ഈസ്റ്റ് ഇല്ലാതെ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഫീഡ്ബാക്കൊക്കെ എന്നെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് നൽകണേ. അപ്പോൾ ഇനി അടുത്ത് തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ ബൈ.